പണം നൽകാൻ പറ്റിയില്ലെങ്കിൽ തനിക്ക് ചത്തൂടെ എന്ന് ആ യുവതി കോടതിക്ക് മുമ്പിൽ വെച്ച് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ആ ഭർത്താവ് ആകെ തകർന്നു പോയി. ചെറുപുഞ്ചിരിയോടെ ഒട്ടും കൂസലില്ലാതെ ആ ഭാര്യയുടെ ചോദ്യം അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങി. പ്രതീക്ഷയോടെ ആ യുവാവ് ജഡ്ജിന്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ ജഡ്ജിന്റെ മുഖത്ത് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ഭാര്യ ചോദിച്ചത് ശരിയല്ലേ എന്ന രീതിയിലുള്ള പുഞ്ചിരിയും. ആകെ തകർന്നു പോയ ആ യുവാവിന് അവിടെ വെച്ചൊരു കാര്യം മനസ്സിലായി. ഇവിടത്തെ നിയമങ്ങളെല്ലാം സ്ത്രീകൾക്ക് അനുകൂലമാണ്. 8 കേസുകളാണ് ഭാര്യ തനിക്കെതിരെ മാറി മാറി നൽകിയിരിക്കുന്നത്. തികച്ചും നിരപരാധി ആയിരുന്നിട്ട് പോലും തനിക്കെതിരെ ഇത്രയൊക്കെ കേസുകൾ നൽകിയിട്ടും ഒരു തരത്തിലുള്ള ആനുകൂല്യവും തനിക്ക് കോടതിയിൽ നിന്നും ഉണ്ടായില്ല. ഇന്ത്യൻ നിയമങ്ങളൊക്കെയും തന്നെ സ്ത്രീകൾക്ക് അനുകൂലമാണ്. ഒരു പുരുഷന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊന്നും ആർക്കും തന്നെ അറിയണ്ട. ഏതൊരു സ്ത്രീക്ക് വേണമെങ്കിലും ഏത് നിമിഷവും ഏതൊരു പുരുഷനെതിരെയും ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുമില്ലാതാക്കി ആ പുരുഷനെ മാറ്റാനും സാധിക്കും. ഒരുപക്ഷെ തന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിൽ പോലും ആ നിയമങ്ങളൊക്കെയും തന്നെ സ്ത്രീയുടെ ഭാഗത്ത് മാത്രമാണ് നിലയുറപ്പിക്കുന്നത്. ഏതൊരു പുരുഷനെ വേണമെങ്കിലും ഏതൊരു സ്ത്രീക്കും എത്രയും പെട്ടെന്ന് ജനങ്ങൾക്കിടയിൽ മോശക്കാരനാക്കാവുന്ന അവസ്ഥ, അതിലും അപ്പുറം ഒരു പുരുഷന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഒരു സ്ത്രീയെ കൊണ്ട് സാധിക്കും. നിയമത്തിന്റെ എല്ലാ ആനുകൂല്യവും അവർക്ക് മാത്രമാണ് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ നിയമത്തിൽ തന്നെ വിശ്വാസമില്ലാതായിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ യുവാവിന്. ഭാര്യ ചോദിച്ചത് തനിക്ക് ചത്തൂടെ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ജഡ്ജിന്റെ മുഖത്തുണ്ടായതും അതേ അഭിപ്രായം. അതെ, പുരുഷന് വേണ്ടി ചോദിക്കാൻ ഒരു നിയമവും ഇന്ത്യയിലില്ല. എല്ലാം സ്ത്രീകൾക്ക് വേണ്ടി മാത്രം. ഇനിയും ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നിയ ആ യുവാവ് പിന്നീട് 1.5 മണിക്കൂറോളം ലൈവിലൂടെ കാര്യങ്ങളൊക്കെയും തന്നെ വിശദമായി അറിയിച്ചുകൊണ്ട്, അതിലും അപ്പുറം കോടതിയെ അടക്കം നിശിതമായി വിമർശിച്ചുകൊണ്ട്, തന്റെ ചിതാഭസ്മം അടക്കം കോടതിക്ക് മുമ്പിലുള്ള ഓടയിൽ ഒഴുക്കണമെന്ന തനിക്ക് കിട്ടാതെ പോയ നിയമം ഒരിക്കലും ശരിയല്ല എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആത്മഹത്യക്ക് തുനിഞ്ഞു. പക്ഷേ ആ ഒരു സംഭവം ഇന്ത്യ ഒട്ടാകെ ഇളക്കിമറിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോടതിക്ക് പോലും മാറ്റങ്ങൾ സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിദ്ദീഖിന് അനുകൂലമായും രഞ്ജിത്തിന് അനുകൂലമായും വിധി വരുന്നത്. കോടതി പറഞ്ഞത് പുരുഷനും അന്തസ്സും അഭിമാനവും ഉണ്ടെന്ന്. ഈ ഒരു തോന്നൽ ഒരുപക്ഷെ കോടതിക്ക് ആദ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. എന്തു തന്നെയായാലും തൻ്റെ ഭാര്യ തന്നിൽ നിന്ന് മുതലാക്കിയത് ഒരുപാട് പണം, അതിലും അപ്പുറം താൻ ചെയ്യാത്ത തെറ്റിന് വേണ്ടി ഒരുപാട് കോടതികൾ കയറിയിറങ്ങി. അവസാനം ചോദിച്ചത് ലക്ഷങ്ങൾ. IT ജീവനക്കാരനായിരുന്ന ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയും തന്നെ ചെറിയ തുകകളായിരുന്നു. കാരണം AI ടെക്നോളജിയുടെ വസന്തകാലത്ത് അദ്ദേഹത്തിന് തൻ്റെ കഴിവുകളിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാമായിരുന്നു. പക്ഷേ മനസമാധാനം ഇല്ലാതിരുന്നിട്ട് പിന്നെ എത്ര സമ്പാദിച്ചിട്ടും എന്ത് കാര്യം? താൻ സമ്പാദിക്കുന്നതൊക്കെയും തൻ്റെ ഭാര്യ തട്ടിയെടുക്കുന്നു. അതിന് അനുകൂലമായ നിയമങ്ങളൊക്കെയും തന്നെ നിലകൊള്ളുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസമാധാനം പാടെ തകരുകയും തീർച്ചയായിട്ടും ഈ നിയമങ്ങളൊക്കെയും തന്നെ പൊളിച്ചെഴുതണമെന്ന വാശി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉടലെടുക്കുകയും അതിനുവേണ്ടി അദ്ദേഹം തന്റെ ജീവിതം തന്നെ ത്യജിക്കുകയുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. എന്തു തന്നെയായാലും അദ്ദേഹത്തിന്റെ ഈ വിഷയം ഇന്ത്യ മൊത്തം ആളിക്കത്തുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ഭാര്യക്കെതിരെ നിയമവും സംസാരിച്ചു തുടങ്ങി. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും അദ്ദേഹത്തിന്റെ ജീവൻ അത് നഷ്ടപ്പെട്ടത് തന്നെയാണ്. അതെ, തീർച്ചയാണ് പുരുഷനുമുണ്ട് അന്തസ്സും ആത്മാഭിമാനവും. തീർച്ചയായിട്ടും അത് പരിരക്ഷിക്കുന്ന നിയമം തന്നെയാണ് ഇന്ത്യയിൽ വരേണ്ടത്. അല്ലാതെ ഒരു വിഭാഗത്തെ മാത്രം സംരക്ഷിക്കുന്ന നിയമം ഒരിക്കലും ഒരു രാജ്യത്തും പാടില്ല.